ഹായ് ഓൾ, എഡ്ജിടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റുണ്ടാവും ഒരു കടുക്ക നിറച്ചതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കടുക്ക നിറച്ചതെന്നും കല്ലുമ്മക്കായ നിറച്ചതെന്നും അതേപോലെ തന്നെ അരിക്കടുക്കാന്ന് ഒക്കെ അതിന് പല നാടുകളിലായിട്ട് പറയാറുണ്ട്. നമ്മൾ കടുക്ക നിറച്ചതെന്നാണ് പറയാറ്. അപ്പോൾ കടുക്കൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള നമ്മുടെ അരി ഉണ്ടല്ലോ, അതിന് പാകമൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. ആദ്യം തന്നെ ഞാൻ പൊന്നിയരിയാണ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ പൊന്നിയരി ആവുമ്പം വെള്ളം തിളയ്ക്കാൻ പോകുന്നതിൻ്റെ കുറച്ച് മുമ്പ്, അതായത് വെള്ളം തിളയ്ക്കാനാവുമ്പം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക ചെയ്തിട്ടില്ല. 2.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 5-6 മണിക്കൂർ അങ്ങനെ കുതിർത്തിട്ടതിന് ശേഷം ഇതാ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അരി മാത്രമായിട്ടാണ് ആദ്യം അരച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാം, ഈ ഒരു പരുവത്തിൽ കുറച്ച് അത്യാവശ്യം വേണ്ട വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക ചെയ്തിട്ടില്ല. അങ്ങനെ മുഴുവൻ 2 ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പുണ്ട്, അതുകൂടി ഒന്ന് ഒതുക്കിയെടുക്കണം. അതിനായിട്ട് അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അരമുറി തേങ്ങ, ഒരു 2.5 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് അരമുറി തേങ്ങയും പിന്നെ 20 ചെറിയുള്ളി, പിന്നെ വലിയ ജീരകമാണിത്, പെരുംജീരകം, ഫെനൽ സീഡ്സ് എന്ന് പറയുന്ന വലിയ ജീരകം അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒതുക്കിയെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഗരം മസാല കുറച്ച് ആഡ് ചെയ്യാം കേട്ടോ, ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാ ഈ രീതിയിലൊന്ന് അരച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് നമ്മുടെ അരിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്കുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കുഴച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾ ആദ്യം കണ്ടല്ലോ കടുക്കനെ വെച്ച രീതി, ആ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വെള്ളം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കടുക്കൻ്റെ അകത്തുനിന്ന് വരുന്ന വെള്ളം ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇങ്ങനെ ഉറ്റി കിട്ടും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒരു അരിപ്പയിൽ അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഞാൻ ഇപ്രാവശ്യം ഒഴിച്ചിട്ടില്ല. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഇതിൻ്റെ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അത് പാകമാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി, നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടി ഉണ്ടല്ലോ, പച്ചരി പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അരിപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ആക്കി എടുക്കാം. നമ്മുടെ കടുക്കൻ്റെ അകത്തേക്ക് മാവ് ടൈറ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കുക. ഞാൻ ഏകദേശം ഒരു 4-5 സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒട്ടും വെള്ളമില്ലാണ്ട് നമ്മൾ എന്താ പറയുക, ഗ്രൈൻഡറൊക്കെ ഉണ്ടല്ലോ, ഗ്രൈൻഡറിലൊക്കെ അരച്ചെടുക്കുന്നവരാണെങ്കിൽ പിന്നെ അരിപ്പൊടി ഒന്നും ഇടേണ്ട ആവശ്യം വരലുണ്ടാവില്ല. അതിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ മിക്സിയിലൊക്കെ അടിക്കുമ്പോൾ കുറച്ച് വെള്ളം എന്തായാലും ആഡ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ഇതുപോലെ പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ സമയത്ത് ഇതിലേക്ക് മഞ്ഞളും കൂടി ഇട്ടിട്ട് മഞ്ഞ കളറിലൊക്കെ പുഴുങ്ങിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ചെയ്യാറില്ല. അപ്പോൾ ഈ വൈറ്റ് കളറിൽ തന്നെയാണ് നമ്മളിത് നിറച്ചെടുക്കാറുള്ളത്. അങ്ങനെ കാണുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി, അപ്പോൾ ഇതിനൊരു മഞ്ഞ കളർ ഉണ്ടാവും. അപ്പോൾ ഇതാ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നമുക്കിത് സ്റ്റഫ് ചെയ്തെടുക്കാം. സിമ്പിളാണ് അതിനെ നിറച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ മുഴുവനും നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അടച്ചമ്പിലേക്ക്, നമ്മൾ ആവിച്ചമ്പുണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം താഴെ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവൻ കടുക്കിയത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ തോലിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. അതേപോലെ തന്നെ അരി നന്നായിട്ട് വെന്തും കിട്ടും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് വേവുന്ന സമയത്ത് അതാ കിച്ചണൊക്കെ ആണൊന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ കടുക്ക പാകമായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തണയാൻ വെക്കാം. ആ സമയത്ത് നമുക്കിതിലേക്കുള്ള മുളകും ഒക്കെ ഒന്ന് റെഡിയാക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇതാ മുളക് പൊടി, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള, നിങ്ങൾക്ക് എത്ര കടുക്കയാണോ ഉള്ളത് അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ആഡ് ചെയ്യാം.
അതേപോലെ തന്നെ ഗരം മസാലപ്പൊടിയാണ് പിന്നെ ആഡ് ചെയ്തിട്ടുള്ളത്. ഗരം മസാലപ്പൊടി ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടില്ല. അതൊക്കെ നിങ്ങൾ കടുക്കൻ്റെ എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇടാം. പിന്നെ ഉപ്പുപൊടി നോക്കിയിട്ട് ഇട്ടാൽ മതിയാ. നിങ്ങൾ മാവിലിട്ടത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിലും കൂടിയാൽ ബുദ്ധിമുട്ടാവും. പിന്നെ ലാസ്റ്റ് ഇട്ടത് സുർക്കയാണ്. അപ്പോൾ ഇത് തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടുക്ക ഒന്ന് തോലെറിഞ്ഞെടുക്കാം. എറിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ തോലും ഇതായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഈ തോലോടുക്ക പൊരിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ തോലെടുത്ത് മാറ്റിയിട്ട് ആണ് പൊരിക്കാറുള്ളത്. തോലോടെ പൊരിക്കണമെങ്കിൽ അങ്ങനെ തന്നെ ഈ മുളകിലിട്ട് പെരക്കിയിട്ട് നിങ്ങൾക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ മതി. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അങ്ങനെയാണ് കിട്ടാറുള്ളത്. ഇനി ഇത് അതിൻ്റെ നടുക്ക് ഇതിൻ്റെ ഡേർട്ട് ഉണ്ടാവും. അപ്പം അത് നമ്മളൊരു കത്തി വെച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലാത്തിൻ്റെയും ക്ലീൻ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മുളകിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ലൂസാക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ കോട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെക്കുകയാണ്. അങ്ങനെ എല്ലാത്തിനെയും കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു ഫ്രൈങ് പാനിൽ ഇതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത് ഇപ്പോൾ. അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കുക. ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കടുക്കയും അരിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തുള്ള ടേസ്റ്റിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മുളകുണ്ടല്ലോ, അതൊക്കെ ഒന്ന് എന്താ പറയുക പൊരിഞ്ഞ് വന്നാൽ മാത്രം മതി, വേവാനൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങോട്ടൊക്കെ ഇത് എന്താ പറയുക ചായക്ക് കഴിക്കുകയല്ല, നമ്മൾ ഡിന്നറായിട്ടാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ചില സ്ഥലത്ത് ഇത് സ്നാക്കായിട്ട് മാത്രമേ കഴിക്കുള്ളൂ. ഒന്നാമത് അതിൽ ഫുൾ അരിയല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ ഭാഗവും തിരിച്ചിട്ടിട്ട് റെഡിയാക്കി എടുക്കുക നമ്മൾ. പിന്നെ അതിൻ്റെ 3 സൈഡും വെന്ത് കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എളുപ്പമാണ്, സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നന്നായിട്ട് കടുക്ക ക്ലീൻ ആക്കുക, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എന്താ നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ മോൻക്ക് പൊരിക്കാണ്ട് വെച്ചതാട്ടോ. നമ്മൾ വേവിച്ച് വെച്ചിട്ടില്ലേ സ്റ്റീം ചെയ്തിട്ട്, അതിൻ്റെ തോല് പോക്കി ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ തന്നെയാണ് മോന് കൊടുത്തത്. കാരണം പണ്ടൊക്കെ എരിവ് പറ്റുണ്ടായിരുന്നു, ഇപ്പം അത്ര എരിവ് അങ്ങനെ ഇഷ്ടമില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വൈറ്റ് കളറിൽ വെച്ചതാണ്. അപ്പോൾ അത് നല്ലോണം അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.